എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ലല്ലോ. എവിടുന്നേലും തുടങ്ങാല്ലേ. കൊണ്ടുവെക്ക്. അവിടെ വെക്കുന്നതെന്ന് വെന്തിട്ടുണ്ട് ഉള്ളി. പിന്നെ അതിനകത്ത് ഞാൻ അരപ്പ് ചേർക്കാൻ പോവാം. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ മേളത്തെ വീട്ടിലോട്ട് പോകുക, കോലിഞ്ചി നിരത്താൻ. ചെത്തി വെച്ച് നമ്മൾ കണ്ടില്ലായിരുന്നോ, അതാണ് ഇന്നലെ തൂക്കിയായിരുന്നു. ഇന്ന് അതപ്പം വെയിലത്തിടണം. അപ്പം രാവിലെ പരിപാടി തുടങ്ങുവാണെങ്കിൽ വെയിലിന് മുന്നേ തീർക്കാം. എങ്കിൽ കുഞ്ഞ് ഫ്രണ്ടിലോടും കണ്ടോ. ഈ ചാക്കും ഇനിയും കൊണ്ടുപോകണം മേളിൽ. അപ്പോഴേക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഉണ്ട്. വേണ്ടപ്പോൾ വരുന്നു. ഇതാണ്ട് നമുക്കിനി മേളിൽ ചെന്നിട്ട് കാണാം. ഡേ ഇങ്ങോട്ട് പാടി. കാട്ടിലും മേട്ടിലും ഭയങ്കര ചെവി ചൊറിച്ചില്ല അവൾക്ക്. പിന്നെ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുന്നേ. വേണ്ടിയിട്ടൊന്നും അല്ല. ഇങ്ങോട്ട് കയറിക്കേ, പെട്ടെന്ന് കയറാ, വണ്ടി വരുന്നതിന് പിന്നെ. ഓ ബാ പൊടി ഇങ്ങോട്ട്. അല്ല പട്ടിയും വരുമോന്ന്. നമ്മൾ ഈ വീട്ടിൻ്റെ മുറ്റത്തായിടുന്ന കോലിഞ്ചി. ഈ പൂവൊക്കെ വലുതായല്ലേ. കഴിഞ്ഞൊക്കെ കോലിഞ്ചി ഇടാൻ നേരം വന്നാൽ ഇനി ഞാനിപ്പോഴാണ് വരുന്നത്. കൊള്ളാം. എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ലല്ലോ. എവിടുന്നേലും തുടങ്ങാല്ലേ. വേലിക്കൊന്ന പൂവ് നന്നായിട്ട് പൂത്ത്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. അപ്പം എടുത്തെടുക്കാൻ പോന്നു. ഞങ്ങൾ നേരത്തിട്ട് വിങ്ങായേ. ഞങ്ങളിങ്ങനെ കോലിഞ്ചി നിരത്തിക്കൊണ്ടിരുന്നപ്പം ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ പിങ്കിക്കുഞ്ഞും ഉണ്ട്. കൊണ്ടുവെക്ക്. അവിടെ വെക്കുന്നതെന്ന്. അവിടെ വെച്ചോ. ഓക്കെ, ഇനി അടുത്ത വെക്ക്. വെച്ചാ ക്ഷീണിച്ച്. അവൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ. വീട്ടിൽ പോണം. കുഴപ്പി കുറച്ച് നേരമൊക്കെ നിൽക്കത്തുള്ളൂ. ഈ വീടിന് ചുറ്റും പോയി നടന്നു, എല്ലായിടം നോക്കി. പിങ്കിക്കുഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നതൊന്ന് കാണിച്ചാൽ ഞങ്ങൾ ബാക്കിയുടെ നിരത്തട്ടിനെ. രാവിലത്തെ കോലിഞ്ചി നേരത്തൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്കലത്തേക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഒരു മുരിങ്ങയ്ക്ക കറി വെക്കാൻ പോവാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം മുരിങ്ങയ്ക്ക ഇവിടെ അമ്മ ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴുകി ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. തക്കാളിക്ക ഇല്ല മുരിങ്ങയ്ക്ക് ഒരു പുളിക്ക് വേണ്ടി കറിക്ക്. അപ്പോൾ ഞാൻ എന്തെടുത്തറിയാം, ഇച്ചിരി വാളംപുളി പിഴിഞ്ഞാതങ്ങ് ഒഴിച്ചു. തക്കാളിക്ക ഇല്ലാത്തതുകൊണ്ട് മുരിങ്ങ കറി വെക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒക്കത്തില്ല, കറിയും വേണം. ഒരു സവാള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്.
ഇനി അടച്ചു വെച്ച് കൊടുത്ത് മുരിങ്ങയ്ക്ക വേവിച്ചെടുക്കാം. ഒരു വിസിൽ. മുരിങ്ങ വെന്തിട്ടുണ്ട്. ഉള്ളി പിന്നെ അതിനകത്ത് ഞാൻ അരപ്പ് ചേർക്കാൻ പോവാം. അരപ്പിന് എന്തൊക്കെ അരച്ചു? അരപ്പിന് ഞാൻ ശകല സവാള, ജീരകം, തേങ്ങ അത്ര അരച്ചിട്ടുണ്ട്. അത് തുള്ളി പുളിവെള്ളം ഒഴിച്ച് അരച്ച കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ചാറിന് വേണ്ടി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറികളാണ് ഇത്. കുറച്ച് വെള്ളം. ഇനിയും ഗ്യാസ് ഓൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചേർത്ത തേങ്ങയുടെയൊക്കെ പച്ച ചുവ മാറി വരണം. ചൂടായിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. തിളപ്പിച്ചാലേ തീരെ ഇനി ഇതിന് നമുക്കൊരു കടുക് വറക്കണം. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഇനിയും കടുക് വറുത്തത് റെഡിയായി. ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കണം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മുരിങ്ങയ്ക്ക കറി റെഡി. അങ്ങനെ ഇന്നത്തെ ലഞ്ചിനുള്ള കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചോറുണ്ണാൻ എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക കറി, പയറ് തോരന്, അയല മീൻ കറി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം. ചൂട് ചോറുമാണ്. കുറച്ച് പയറും ബീട്രൂട്ടും കൂടെ ഉള്ള തോരൻ, കുറച്ച് മീൻ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറിക്ക്. എല്ലാവരും ഇപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം വെക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.